കടത്തനാടിന്റെ ഓണാഘോഷങ്ങൾക്ക് ഇത്തവണ പുതിയൊരു കാഴ്ച കൂടി. കോഴിക്കോട് അത്ര പരിചിതമല്ലാത്ത തൃക്കാക്കരയപ്പനെ ഓണത്തിന്റെ സാംസ്കാരിക പ്രതീകമായി നാടിന് പരിചയപ്പെടുത്തുകയാണ് ഇരിങ്ങൽ സർഗാലയ. സർഗാലയിലെ കരകൗശല കലാകാരന്മാരുടെ ഓണസമ്മാനമാണ് തൃക്കാക്കരയപ്പനായി അവിടെ എത്തുന്നത്. അത്തം മുതൽ തിരുവോണം വരെ പൂക്കളത്തിനൊപ്പം വീട്ടുമുറ്റത്ത് ഇടം പിടിക്കുന്ന തൃക്കാക്കരയപ്പൻ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഓണാഘോഷത്തിന്റെ ഭാഗമായ ഈ മൺരൂപം മലബാറിനത്ര പരിചിതമല്ല. ഈ വ്യത്യസ്തമായ ഓണപാരമ്പര്യത്തെ കടത്തനാട്ടിലും പരിചയപ്പെടുത്തുകയാണ് ഇരിങ്ങൽ സർഗാലയ. നാലു വശങ്ങളിലുള്ള പിരമിഡ് ആകൃതിയിലാണ് തൃക്കാക്കരയപ്പനെ നിർമ്മിക്കുന്നത്. മുകൾ ഭാഗത്തെ പരന്ന പ്രതലത്തിൽ പൂക്കളർപ്പിക്കാൻ ചെറിയ ദ്വാരവും ഉണ്ടാകും. തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ, കാക്കേരിയപ്പൻ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. സർഗാലയയിലെ കരകൗശല കലാകാരനും മണിയൂർ എളമ്പിലാട് സ്വദേശിയുമായ AK അരുണാണ് തൃക്കാക്കരയപ്പനെ ഒരുക്കിയത്. കളിമണ്ണിൽ രൂപപ്പെടുത്തിയ ശേഷം ചൂളയിൽ ചുട്ടെടുത്ത് നിറം നൽകിയാണ് നിർമ്മാണം. എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ദൂരസ്ഥലങ്ങളിലേക്ക് കൊറിയറായി അയക്കാനും കഴിയുന്ന തരത്തിലാണ് ചെറിയ വലിപ്പത്തിലുള്ള രൂപങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഓണപ്പൂക്കൾ ഒരുക്കുമ്പോൾ നമുക്ക് ഓണത്തപ്പനെയും തൃക്കാക്കരപ്പനെയും കാകേരിയപ്പനെയും നമ്മൾ ഓരോ മൂർത്തിയായിട്ട് കണ്ടിട്ട് ഇതിലൊരു സങ്കല്പമായിട്ട് വെക്കുന്നുണ്ട്. ഈ ഓണത്തപ്പൻ കൺസെപ്റ്റ് നമ്മൾ കലാകാരന്മാരുടെ ഒരു സൃഷ്ടിയായിട്ട് സർഗാലയിൽ ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഉദ്ദേശം. ഓണത്തെ വരവേൽക്കാൻ സർഗാലയിൽ ഇത്തവണ വിപുലമായ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടും വിവിധ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കുമായി ഓണം ആഘോഷ പാക്കേജുകളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ പങ്കെടുക്കുന്ന ഗാന്ധി ശില്പ് ബസാറും ഈ മാസം 24 വരെ സർഗാലയിൽ നടക്കും. മലബാറിന്റെ ഓണാഘോഷങ്ങൾക്ക് പുതിയൊരു സാംസ്കാരിക നിറം പകരുകയാണ് ഇത്തവണ തൃക്കാക്കരയപ്പനും. കൈരളി ന്യൂസ്, കോഴിക്കോട്.